നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വിജയത്തിന് ശേഷമാണ് ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ആ വിജയം നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വീട്ടിനുള്ളിൽ നമ്മുടെ കുഞ്ഞുകിളികൾ കൂട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരുപാട് ദിവസത്തെ ഞങ്ങളുടെ രാത്രിയും പകലുമുള്ള കാത്തിരിപ്പിന് ശേഷവും ഞങ്ങൾ അതിനെ സംരക്ഷിച്ച് മുട്ട വിരിഞ്ഞ് കുഞ്ഞായി പുറത്തു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ അമ്മ പറത്തിക്കൊണ്ടുപോയി. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ചു. നമ്മൾ ഇവാനും കുഞ്ഞനും ഒക്കെ അവരെ സാധാരണ ഞങ്ങൾ വൈകിട്ട് രാത്രിയിലെ കൂട്ടിലിടാറുണ്ടായിരുന്നു. അതെ, അവർക്ക് ഇപ്പോൾ വിഷമമായി. കാരണം അവരെ പകലും നമ്മൾ കൂട്ടിലിട്ടു. അപ്പൊ അവർക്കതൊരു വിഷമമായിപ്പോയി. അവരെ എന്താ ഇറക്കി വിടാത്തതെന്നുള്ള ഒരു അവർക്ക് ഭയങ്കര പിണക്കമായിരുന്നു. കാരണം ഇറക്കി വിട്ടാല് ഇവരെ പിടിക്കുമെന്നുള്ള അറിയാമായിരുന്നു. കാരണം ഇവരവിടെ പോയി കാവല. അത് കാരണം അവരിൽ നിന്നെല്ലാം രക്ഷിച്ച നമ്മൾ അവരെ ഒരു രക്ഷപ്പെടുത്തി എടുത്ത് പറന്നുപോയി എല്ലാവരും. അമ്മ അച്ഛനും രാവിലെ വന്ന് അവർക്ക് കൊടുക്കേണ്ട ക്ലാസ്സൊക്കെ കൊടുത്തു അവരെ കൂടിൻ്റെ മേളിൽ കൊണ്ടുവന്നിരുത്തി വയറ് നിറച്ച് ഭക്ഷണമെല്ലാം കൊടുത്തു. അതെല്ലാം നമുക്കിനകത്ത് കാണാം. 3 കുഞ്ഞുങ്ങളായിരുന്നു, എല്ലാവരും പോയി. ഈ പ്രകൃതിയിൽ ഇത്രയും തിരിച്ചറിവുള്ള ജീവജാലങ്ങൾ നമ്മളെല്ലാവരും കരുതിയിരിക്കുന്ന മനുഷ്യനല്ലേ ഉള്ളൂ എന്നല്ലേ. നമ്മൾ ഇവരുടെയൊക്കെ സ്നേഹവും തിരിച്ചറിവും ആ വാത്സല്യവും അമ്മയ്ക്കും അച്ഛനും മക്കളോടുള്ളതും ഒക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കിന് നമ്മളൊന്നും അല്ലാതായി ഇരിക്കുന്നതായിട്ടേ നമുക്ക് തോന്നത്തുള്ളൂ. ഒന്നും അല്ല എന്നുള്ളത്. എത്ര പ്രാവശ്യമാണ് അവര് തീറ്റ കൊടുക്കാൻ വരുന്നത്? അത് 3 കുഞ്ഞുങ്ങൾക്കും കൊടുക്കും. അച്ഛനും അമ്മയും കൊടുക്കും. അമ്മ അകത്ത് കയറുമ്പോൾ അച്ഛൻ വെളി കാവലിരിക്കും. അങ്ങനത്തെ കഷ്ടപ്പാടായിരുന്നു. നമ്മൾ ഇപ്പോഴീ അകത്ത് കൂട് വെച്ചോണ്ടാണ് നമുക്ക് ഇത്രയും മനസ്സിലാകാൻ സാധിച്ചത്. ഇല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെ ആകും. ഈ അകത്ത് കൂട് വെച്ചാൽ നമ്മളെ കണ്ടായിരുന്നല്ലോ, പുള്ളൊക്കെ വന്ന കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടി പുള്ള് വന്നതും ഒരു ആയിരക്കണക്കിന് തവണ ഇവർ നമ്മുടെ വീട്ടിലേക്ക് പറന്നു വരികയും പറന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ആ കൂട് ഞാൻ എടുത്ത് മാറ്റിയ സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രമാത്രം നമ്മുടെ നെല്ലിയുടെ കമ്പുകൾ, ചെറിയ നാരുകൾ, പിന്നെ കരിവേപ്പിൻ്റെ നാരുകൾ, ഇങ്ങനെയുള്ള എത്രയോ 1000 പീസ് ഉണ്ടായിരുന്നത്. ഇത് ഓരോ പീസുമായിട്ട് വന്നല്ലേ ഇത് വളച്ച് ഒരു കൂടുണ്ടാക്കി ആ കുഞ്ഞുങ്ങളെ തൻ്റെ പുതിയ തലമുറയെ സൃഷ്ടിക്കാനും അവരെ നിലനിർത്താനും വേണ്ടി അച്ഛനും അമ്മയും കാവിലിരുന്നതും രാത്രിയും പകലുമില്ലാതെ കാവിലിരുന്നത്. കുഞ്ഞുങ്ങൾ ഇറങ്ങി അവരിപ്പോ എവിടെയൊന്നും ഇല്ല, എവിടെയോ ദൂരെ പോയി. അവരെല്ലാം കൊണ്ടുപോയി. ഇപ്പൊ അവരെ കാണാനേ ഇല്ല ഇവിടെങ്ങും. ഇനിയിപ്പം ചിലപ്പം വീണ്ടും ഇനി വരുമായിരിക്കും. ഇവിടെ തന്നെ ഇവിടെ അവർക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. നമ്മളങ്ങനെ രക്ഷപ്പെടുത്തി ഞങ്ങള് വലയൊക്കെ കെട്ടി ഞങ്ങൾ പാനിടത്തില്ലായിരുന്നു, TV വെക്കത്തില്ലായിരുന്നു, മുന്നിലത്തെ കതവ് തുറക്കത്തില്ലായിരുന്നു. ഇവാനെയും കുഞ്ഞിനെ ഞങ്ങൾ കൂട്ടിലിട്ടു. രാത്രിയും പകലും അവരെ ഞങ്ങൾ കൂട്ടിലിട്ടു. എന്തായാലും സന്തോഷമായി, അവർ പറന്നുപോയി. അപ്പോൾ ആ വീഡിയോ നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഒന്ന് കാണാം. അവർ അമ്മയും അച്ഛനും മാറി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് 3 പേർക്കും അച്ഛനും അമ്മയും മാറി ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അച്ഛനും അമ്മയും ക്ലാസ് കൊടുക്കുന്ന നമുക്ക് കാണാം. കാരണം അവരിവിടെ വന്നിരുന്നേച്ച് അവർ അച്ഛനും അമ്മയും പറന്നു പോയെന്ന അതേ ദിക്കിലേക്ക് തന്നെയാണ് കുഞ്ഞുങ്ങളും പറന്നു പോകുന്നത്. അതെല്ലാം നമുക്ക് കാണാം. കുഞ്ഞുങ്ങൾ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മയും അച്ഛനും പറന്നു പോകുന്നതൊക്കെ. വെളിയിൽ നിന്ന് ഓരോരുത്തരും പ്രത്യേകം ഫുഡ് കൊണ്ടുവരുന്നു. മക്കൾ അതെല്ലാം വയറ് നിറച്ച് വാങ്ങി കഴിച്ചിട്ട് അവരിപ്പോൾ കൂടിൻ്റെ മുകളിലേക്ക് വരും. എന്നിട്ട് അച്ഛൻ വെളിയിൽ നിന്ന് വിളിക്കുന്നത് നമുക്ക് കേൾക്കാം. ആ ദിക്കിലേക്ക് ഒരു കുഞ്ഞ് പറന്നു പോകുന്നുണ്ട്. ഒരു കുഞ്ഞ് നമ്മുടെ നടുമുറ്റത്തേക്കാണ് പറന്നു പോയത്. അവിടുന്ന് പിന്നെ അകത്തൂടെ മുകളിലേക്ക് പറന്നുപോയി. എങ്കിൽ പോലും അവർ അമ്മയുടെ അച്ഛൻ്റെയും കണ്ണിൽ എത്തുന്നത് വരെ ഞങ്ങൾ അവരെ സംരക്ഷിച്ചിരുന്നു. കാക്കയൊന്നും വന്ന് അവരെ കൊത്താതിരിക്കാനും കൊത്തിക്കൊണ്ട് പോകാതിരിക്കാനും ഒക്കെ ആയിട്ട്. പക്ഷേ ഇവർ നമ്മുടെ വീട്ടിനുള്ളിൽ കൂട് വെച്ച സമയത്തെ ഇവരെ ഒരുപാട് നാൾ നമ്മുടെ വീടിനെ ഒരു പക്ഷേ നിരീക്ഷിച്ചിട്ടുണ്ടാവും. കാരണം ഇതിനകത്ത് കൂട് വെച്ച് മുട്ട വിരിഞ്ഞു നമ്മൾ കതവും ജനലും തുറന്നില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ എങ്ങനെ ഭക്ഷണം കൊടുക്കും? ഇത് എൻ്റെ കൂടെടുത്ത് കളയുമോ, എൻ്റെ കുഞ്ഞുങ്ങളെ എടുത്ത് കളയുമോ എന്നൊക്കെയുള്ള ചിന്തയൊക്കെ ഇവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവില്ലേ? ഇതേ കണ്ടോ, ഒരു അച്ഛനാണോ അമ്മയാണോ പറഞ്ഞത് ഒരാൾ ഇതേ EL-നെയും കൊണ്ട് വന്നിരിക്കുക മക്കൾക്ക് കൊടുക്കാൻ. ആണോ? ചിത്രശലഭമാണോ മറ്റേ തുമ്പിയാണോ അതോ? അതിലെന്തോ അതിലെ തുമ്പിയോ EL-ഓ ചിത്രശലഭം എന്തോ ആണോ? അവർക്ക് കിട്ടുന്ന പുഴുവ്, വേര, ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ സാധനം. ഒരാളെ കൂടിനെ മേളിൽ കയറ്റി റെഡിയാക്കി ഇരുത്തിയിരിക്കുക. കണ്ടോ, പറന്നു പോകാൻ വേണ്ടി ചിറകൊക്കെ അടിച്ച് അവർ നല്ല എനർജി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അച്ഛന് അമ്മയിൽ നിന്ന് നല്ല സിഗ്നൽ കിട്ടി കഴിയുമ്പോൾ ഒരാൾ പറന്നു പോകും. ഇപ്പോൾ നമുക്ക് കാണാം.
പറഞ്ഞു കൊടുക്കുക അതെങ്ങനെയാ പറന്നു പോകേണ്ട വിധവും കാര്യങ്ങളും എല്ലാം. എന്തോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. സൗണ്ട് ഉണ്ടാക്കിയിട്ട് അമ്മ പോകുന്ന വഴിക്കേ വരാവൂ, അമ്മ നിൽക്കുന്ന സ്ഥലത്തോട്ടേ പറന്ന് വരാവൂ, ഇതൊക്കെ ആയിരിക്കും. അത് തന്നെ ആയിരിക്കുമല്ലോ. ഉം. നമുക്ക് 100% അത് തന്നെ ആയിരിക്കുമല്ലോ. അതെ, അമ്മ പറന്നു പോയി, ഇതേ ഇനിയിപ്പം ആള് റെഡിയാവുന്നു, പുള്ളി ഏതാണ്ട് ഇതേ റോക്കറ്റ് വിടാൻ തയ്യാറാവുന്നത് പോലെ റെഡിയായിക്കൊണ്ടിരിക്കുക കണ്ടോ, പോകാനായിട്ട്. അടുത്ത അച്ഛൻ വന്നു. ഭക്ഷണം ഇഷ്ടം പോലെ കൊടുക്കുന്നത്, ഭക്ഷണം വയറ് നിറച്ച് കൊടുത്ത്. അതല്ല, ഇന്നത്തെ ദിവസം ഇനി ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പോലും അവർക്ക് പ്രശ്നമില്ല. ഇന്ന് ഒരു ദിവസം മൊത്തം പറന്ന് നടക്കാനുള്ള എനർജി ഇന്നിപ്പോൾ അച്ഛനും അമ്മയും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് പോകുന്ന ദിവസം ഒരുപാട് കൂടുതൽ കൊടുത്തു രാവിലെ. എന്നിട്ട് ഇവരെന്തോ വെളിയിൽ ചെന്ന് എന്തോ സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അന്നേരമായി ഇവർ പറന്നെത്തുന്നത്. എന്തോ സിഗ്നൽ കൊടുക്കും രണ്ടുപേരും കൂടെ. ആ സിഗ്നൽ കൊടുക്കുമ്പോഴാണ് ഇവരണ്ടത് പറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ വെള്ളോട്ട് ചാടുന്നില്ല. ഇപ്പോൾ പോവും അവർ. മേനിയൊക്കെ ഒരുക്കി റെഡിയായിട്ട് ഇപ്പോൾ പോവും. ഇപ്പോൾ കാണാം നമുക്ക് പറന്ന് പോകുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ പിന്നെ അമ്മയുടെയും അച്ഛൻ്റെയും ആ എത്രയോ നാളത്തെ നിരീക്ഷണമായിരിക്കും ഒരു കൂട് വെക്കാനുള്ള ഒരു സേഫായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് വർഷത്തിലൊരിക്കലാണോ വർഷത്തിൽ 2 പ്രാവശ്യമാണോ ഇവർ മുട്ടയിട്ട് വിരിയുന്നത് നമുക്കറിയില്ല. ഇനിയിപ്പോൾ അടുത്ത വർഷം ഇനി ഇവർ ഇവിടെ തന്നെ എത്തുമോ എന്നും അറിയില്ല. അപ്പോൾ ഞാനപ്പോൾ ഈ ലൈറ്റ് എൻ്റെ വെളിയിലെ വരാന്തയിലേക്ക് എടുത്തിട്ടാലോ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനിപ്പോൾ. ആ വരാന്തയിൽ ഇടുവാണെങ്കിൽ അത് അവരവിടെ കൂട് വെച്ചോളുമല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ ഇത്രയും പിന്നെ കഷ്ടപ്പാടും പ്രയാസം ഉണ്ടാവില്ല. അത്ര റിസ്ക് എടുക്കണ്ട. കാരണം ഇവിടെ ഇപ്പോൾ ആരെങ്കിലും വരുവാണെങ്കിലും നമുക്കതൊരു ബുദ്ധിമുട്ടായി. അവർക്ക് അങ്ങ് ഡൈനിങ് അവിടെ പോയാൽ എല്ലാവരും ഇരിക്കുന്നത് അത് കുഴപ്പമില്ല. പിന്നെ ഫ്രണ്ടിലത്തെ കഥവൊന്നും തുറക്കാൻ നമുക്ക് പറ്റത്തില്ലായിരുന്നു. ഫാൻ ഇടാൻ പറ്റത്തില്ല, TV വെക്കാൻ പറ്റത്തില്ല, ലൈറ്റ് ഇടാൻ പറ്റത്തില്ല. ട്യൂബ് ലൈറ്റ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. ട്യൂബ് ലൈറ്റൊന്നും വിട്ടൊന്നും ഇടത്തില്ലായിരുന്നു അവിടെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ മുറ്റത്ത് ഇരിക്കുന്ന മാവിൽ കരിയിലക്കളി ഇപ്പം അതേ കൂട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മഴയത്തോ? ഞാൻ കണ്ടില്ല. അതുകൊണ്ട് അതിനകത്ത് ഇരിപ്പുണ്ട് ആ കവല. എല്ലാവരും ഇവിടെ വെളിയിൽ തന്നെ കുത്തിയിരിക്കുന്നേ, പറന്ന് പോകുന്നില്ലേ? അതോ ഇവിടെ തന്നെ സ്ഥിര താമസം ആക്കാനുള്ള പരിപാടിയാണോ? മൂന്ന് കുഞ്ഞുങ്ങളെ അച്ഛനും അമ്മയും കൊണ്ടുപോയി. അവർ രാവിലെ വന്ന് അച്ഛൻ വീടിന് ചുറ്റും മൊത്തം പറന്നു നോക്കി. എന്തെങ്കിലും ജീവികളോ പൂച്ചകളോ മറ്റ് ജീവികളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കി. ഇല്ലയെന്ന് മനസ്സിലായി. അങ്ങനെ ഒരാൾ ഇവിടെ ഇരിക്കുന്ന കണ്ടോ, നടുമുറ്റത്തൂടെ മേപ്പോട്ട് കൊണ്ടുപോവാണ്. കണ്ടോ, ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ. നല്ല നല്ല സുന്ദര കുട്ടപ്പന്മാരായ കുഞ്ഞുങ്ങളാണ് 3 പേര്. കുഞ്ഞുക്കിളി പോകുന്നില്ലേ?